അവിടെ ചെന്നു. പിറ്റേ ദിവസം എൻ്റെ മകളെ കൊണ്ടുവിടാനായിട്ട് ഞാൻ കീരമ്പാറ വരികയാണ്. കീരമ്പാറ എന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ആ കടയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ മാതാവിൻ്റെ രൂപം അവിടെ കിടക്കുക. ഞാൻ ഓടിച്ചെന്നു, കാരണം പരിശുദ്ധമ്മേനെ കണ്ടാൽ നമ്മൾ തുള്ളിക്കൊണ്ടില്ലല്ലോ. ഓടിച്ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തേ മക്കളെ ചുമ്മാ വന്നാന്ന് പറഞ്ഞു. കയറിയിരിക്കുന്നത് ഞാൻ കയറിയിരിക്കുന്നില്ല ഏട്ടാ, ഞാൻ പോവാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ കയറിയിരുന്നു. ആ സമയത്ത് തന്നെ ആ ബാങ്കിൻ്റെ ഒരു അധികാരി അതിൽ വന്നു, മൈക്കിളെ നീ കട എടുത്തോളാമോ, അവിടെ ജോലി ചെയ്തോളാമോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അടങ്ങിപ്പോയി, കാരണം ഞാൻ ഇന്നലെയാണ് ചോദിച്ചത്, ഒരു ദിവസങ്ങളെ പോലും കഴിഞ്ഞിട്ടില്ല. അതെന്നെ അങ്ങനെ സ്ഥലോട്ട്. എൻ്റെ പേര് TP മൈക്കിൾ, ഞാൻ കീരമ്പാറയിൽ നിന്ന് വരുന്നു. 16/9/2019 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം എൻ്റെ അടുത്ത് പത്രം കൊണ്ടുവന്ന് പലരും തന്നായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ഗമനിച്ചില്ല. എന്തിനാണ്, മാതാവ് ഇവിടെയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആലപ്പുഴയ്ക്ക് പോകണമെന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി, എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എനിക്ക് ആദ്യം തന്ന പത്രം ഞാൻ അന്വേഷിച്ച് നടന്നു, അത് എവിടെയാണ് കൊണ്ടിട്ടേ എന്ന്. കാരണം ഞാൻ വായിക്കാൻ പോലും മനസ്സ് കാണിച്ചില്ലായിരുന്നു. പക്ഷേ തേടി പിടിച്ചു, എനിക്ക് പത്രം കിട്ടി, ഞാൻ വായിച്ചു. പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഈ കൃപാസനത്തിൽ എത്തിച്ചേർന്നു ഉടമ്പടി എടുക്കാനായിട്ട്. ഉടമ്പടി എടുത്തു, ഇവിടെ നിന്നും വീട്ടിൽ പോയി. പിന്നെ ജീവിതം ശരിക്കും മാറ്റിമറിക്കുകയായിരുന്നു. കാരണം ആത്മീയമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രാർത്ഥിക്കുവാനും എനിക്ക് നല്ല രീതിയിൽ പള്ളി പോകണമെന്നുള്ള രീതി എല്ലാം വന്ന് നല്ല അനുഗ്രഹമുള്ള ജീവിതമാക്കി മാറ്റി. അതുപോലെ തന്നെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ഇടയ്ക്കുണ്ട്. എങ്കിലും ഞാൻ 90 ദിവസം കഴിഞ്ഞ് പുതുക്കാനായിട്ട് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. പുതുക്കലെല്ലാം കഴിഞ്ഞു. ഞാൻ അച്ഛനെ കാണണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ടോക്കൺ എടുത്തപ്പോൾ എനിക്ക് ടോക്കൺ തരില്ല എന്ന് പറഞ്ഞു. കാരണം 2ാമത്തെ പുതുക്കലാണ്, അച്ഛനെ കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം, ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞു. എന്നാൽ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഒത്തിരി ജനങ്ങൾ തടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, പിന്നെ എങ്ങനെയാണ് അച്ഛനെ കാണണേ എന്നോർത്ത് ഞാൻ മൂലയ്ക്ക് ബെഞ്ചിൽ പോയിരുന്നു. അമ്മ എനിക്ക് കാണാൻ പറ്റില്ല അച്ഛനെ, അമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 1/4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അച്ഛൻ താഴെ പോയിട്ട് നേരെ ഇതിൽ നടന്ന് കയറി പോവുകയാണ്. ആ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയാലോ. ഞാൻ ഓർത്ത് അച്ഛൻ ക്ഷീണിച്ച് ആവശ്യമായിട്ട് പോകുമായിരിക്കുമല്ലോ, എങ്ങനെയാണ് പോകണമെന്ന്. ഇപ്പോൾ എന്നെ ആരും തള്ളി വിടുമാതിരി തോന്നി. ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ ആ നട കയറുമായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ സത്യത്തിൽ അച്ഛനെ തലയ്ക്ക് പിടിപ്പിക്കാൻ പോയത് എന്നാന്ന് വെച്ചാൽ, എനിക്ക് 10-30 വർഷമായിട്ട് മാറാത്തൊരു രോഗം ഉണ്ടായിരുന്നു, അലർജി. ഗോതമ്പിൻ്റെ എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ എനിക്ക് ചൊറിച്ചിലും കടിയുമായിരുന്നു. അപ്പോൾ ഇതൊന്ന് പറയാനായിട്ട് ഞാൻ ഓടിയെത്തിയത്. അവിടെ ചെന്നപ്പോൾ അച്ഛ എന്ന് വിളിച്ചപ്പോൾ വിളിച്ചത്, എങ്കിലും അച്ഛ എന്ന് വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ തിരിഞ്ഞു നോക്കി. എന്തേ മോനെന്ന് ചോദിച്ചു. അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മാറി കഴിഞ്ഞപ്പോൾ ഓർത്തത്, ഞാൻ രോഗങ്ങളെക്കുറിച്ചൊന്നും അച്ഛനോട് പറഞ്ഞില്ലല്ലോ, വേണ്ട, എല്ലാം അമ്മ കേട്ടിട്ടുണ്ട്, യേശു കേട്ടിട്ടുണ്ടല്ലോ എന്നോർത്ത് ഞാൻ വീണ്ടും ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിക്കുവാണ്, ഈ ഹോട്ടലുണ്ടല്ലോ ഇവിടെ പോയി 2 പൊറോട്ട എന്ന് കളയാം എന്ന് തോന്നി. കാരണം പൊറോട്ട അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലും കേട്ടാൽ എനിക്ക് അലർജിയുള്ള ഞാൻ ഇവിടുന്ന് നേരെ ഇറങ്ങി റോഡിന് അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയി 2 പൊറോട്ട മേടിച്ചങ്ങ് തിന്നു. ഞാൻ ഓർത്തു, ദൈവമേ പ്രശ്നം ഇല്ല, അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ചുണ്ട്, അമ്മ എൻ്റെ കൂടെയുണ്ട്, ഒരു കുഴപ്പം വന്നില്ല. അത് പിന്നെ എനിക്ക് ആ അലർജി രോഗം ഉണ്ടായില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ വീട് വെക്കണം എന്നൊരു 10-25 വർഷമായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. വീടില്ലായിരുന്നു, വാടക വീടൊക്കെ ആയിരുന്നു, പിന്നെ ചെറിയൊരു വീടായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അമ്മ മാതാവ് പ്രത്യേക മതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന അനുഗ്രഹമാണ് ഒരു വീട് എനിക്ക് എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ കഴിഞ്ഞു. ഞാൻ അറിയാതെ തന്നെ 6 മാസം കൊണ്ട് ആ വീടിൻ്റെ എല്ലാ പണികളും ഒരു 10 പൈസ പോലും കടവില്ലാതെ തീർന്നു കിട്ടിയത്. അങ്ങനെ പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സ്ഥലം മേടിച്ചപ്പോൾ ആ പറമ്പിൽ വെള്ളമില്ല എന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയുണ്ടല്ലോ, നമുക്ക് വെള്ളം തരും, വാട്ടർ സപ്ലൈ മതി എന്നുള്ള രീതിയിലാണ് ആ വീട് മേടിച്ചതും ആ പറമ്പ് മേടിച്ചതും വീട് പണിതും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒത്തിരി സ്ഥാനക്കാരൊക്കെ അതിൽ വന്ന് അവരെ കൊണ്ടേ കാണിച്ച് പോയി പറഞ്ഞു, മോനെ ഈ പറമ്പിലേക്ക് വെള്ളത്തിന് വേണ്ടി നീ ഞങ്ങൾ വിളിക്കരുത് കേട്ടോ, ഈ പറമ്പിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു വ്യക്തിയോട്, ബോർവെല്ലുകാരോട്, വെള്ളമില്ലാത്ത സ്ഥലം ഞങ്ങൾ എടുത്തു തരാൻ പറഞ്ഞ് അവിടെ വന്നിട്ട് ആ ബോർവെല്ല് വണ്ടി അവിടെ റോട്ടിലിട്ടിട്ട് ബോർവെല്ലുകാരൻ പറഞ്ഞു, ഇല്ല മോനെ സോറി, ഇവിടെ വെള്ളം കിട്ടില്ല കേട്ടോ, ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് അവർ പോയി. അങ്ങനെ വിഷമിച്ച് ഞങ്ങളെന്നും ജപമാല അമ്മയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ ഈ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോലും തെറ്റിക്കാതെ രാത്രിയും രാവിലെയും ഈ പ്രതീക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ ആരൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ റിലേറ്റീവ് ഒരു അച്ഛൻ വീട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ വെള്ളമില്ലാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെള്ളമുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്നെ വെള്ളം കിട്ടില്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അവിടെ താത്തിക്കോ, അവിടെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പോയി. ഞാൻ അവിടെ തന്നെ ഒരു കല്ല് കൊണ്ടുവച്ചു. അച്ഛൻ കോലൊന്നും കുത്തിയില്ല. ഞാൻ ഒരു കല്ല് കൊണ്ടുവച്ചു, മാതാവിൻ്റെ എണ്ണയും മാതാവിൻ്റെ കാശുരവും കൊണ്ടുവച്ച് അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛനായാലോ നിങ്ങൾ കിണർ താത്തിയില്ലേ, വെള്ളം ഉണ്ടട്ടോ അവിടെ എന്ന് പറഞ്ഞു. 300 അടി താത്ത് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നോക്കിയില്ല. അപ്പം തന്നെ ഒരു ബോർവെൽ വണ്ടിക്കാരനെ വിളിച്ചു. അവിടെ നിന്നു രാവിലെ പുള്ളി താത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആ തെങ്ങിൻ്റെ ഉള്ളിൽ കസേരയിട്ട് ജവമാല എടുത്തു. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ മാതാവേ 300 അടിയാണ് പറഞ്ഞിരിക്കുന്നെങ്കിലും വെള്ളം കിട്ടി കാണിച്ച് തരണം കേട്ടോ, ഞങ്ങൾ വെള്ളമില്ലാതെ ഭയങ്കര വിഷമിക്കുകയാണ്, വെള്ളം കിട്ടുമ്പോൾ നന്നായിട്ട് തരണം, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും വെള്ളമില്ല, അവർക്കെല്ലാം വെള്ളം കിട്ടാൻ പാത്തിന് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 200 അടി ആയപ്പോഴത്തേക്കും ആ റൂട്ടിൽ പോയി ഒരു മനുഷ്യൻ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വട്ടാണോ, എന്തിനാ ഈ പാറപ്പുറത്ത് നിങ്ങൾ കുഴിക്കണേ, ബോർവെല്ലുകാർ പൈസ മേടിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങളെന്തിനാ ഇവിടെ കുഴിക്കാതെ, നിങ്ങൾക്കെല്ലാം വട്ടാണ്, അവർ പിന്നെ പൈസയ്ക്കാന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ അയാൾ പോയി. എൻ്റെ മനസ്സൊന്ന് വിഷമിച്ചു, ഒത്തിരി കരഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന്. ദൈവമേ, ആ മനുഷ്യൻ അങ്ങനെ എന്നോട് പറയണ്ടായിരുന്നു, കിട്ടിയില്ലെങ്കിൽ വേണ്ട പറയണ്ടായിരുന്നു എന്ന് ഞാൻ ഓർത്ത്, അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ, കൃപാസന അമ്മേ എനിക്ക് വെള്ളം തരും എന്നുള്ള നിർബന്ധപൂർവ്വം ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വൈഫ് കടയിലിരുന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അയാളങ്ങ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോർവെല്ലടിക്കുന്ന വ്യക്തി, ഞാൻ വിചാരിച്ച അയാൾ ഉറക്കം തൂങ്ങി വീണതാണ്, അയാൾ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വീഴുന്ന രംഗമാണ് കണ്ടത്. വീഴുന്ന് പറഞ്ഞാൽ ഈ ബോർവെല്ലിൻ്റെ കമ്പി പിടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പി താഴത്തേക്ക് അങ്ങ് തെന്നിപ്പോയി. അപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, ചേട്ടാ വെള്ളം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനപ്പം തന്നെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അയാൾ പറയുക, ഒരിക്കലും തീരാത്ത വെള്ളത്തിൻ്റെ ഒരു കുഴിയിലേക്കാണ് മോനെ വീണിരിക്കുന്നത്, അത് കാരണം വെള്ളം ഇഷ്ടം മാതിരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2-3 വർഷമായിട്ട് ഒരിക്കലും തീരാത്ത വെള്ളം ഞങ്ങൾക്ക് 220 അടിയിൽ തന്നെ വെള്ളം ഇഷ്ടമാതിരി കിട്ടി. അതാണ് പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹം. എനിക്ക് സത്യത്തിൽ ഈ സ്റ്റേജിൽ ഡാൻസ് കളിക്കണം തോന്നണം. ഈ ഉടമ്പടി പ്രകാരം ഞാൻ ആരെ കണ്ടാലും പറയും, നിങ്ങൾ എന്ത് വിഷമം നല്ലപ്പം നിങ്ങൾ ഓടിച്ചെല്ലോ കൃപാസനത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ ഞാൻ ഈ വെള്ളമായി വീടുമായി ഞാനൊരു ദിവസം 10-50 പേരെയും ബസ്സിൽ കയറ്റിക്കൊണ്ട്, ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാനും കൂടെ അതിൽ പിന്നെ കോതമംഗലത്ത് ഒത്തിരി ആൾക്കാരെയും ഇങ്ങോട്ട് വരും ഉടമ്പടി എടുക്കാനും പ്രാർത്ഥിക്കാനായിട്ട്. ഒരു ദിവസം പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ഒരു നീതി സ്റ്റോർ, ഞങ്ങളുടെ അവിടുത്തെ അടുത്തുള്ളൊരു സൊസൈറ്റിയുടെ ഒരു നീതി സ്റ്റോർ അവിടെ കട കണ്ടു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവിടെ കടയിൽ ജോലി ചെയ്യുന്നത്. ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ അമ്മേ മാതാവേ അവനെയൊക്കെ കണ്ടല്ലോ, എനിക്ക് ആ ജോലി ഒന്നും, ഞങ്ങൾ കന്നാലിനെ വളർത്തണു ആടനെ വളർത്തണു, അവിടെ ആയിരുന്നെങ്കിൽ അത്യാവശ്യം വന്നിരുന്ന ജോലിയായിരുന്നല്ലോ. അമ്മേ മാതാവേ ഈ കട കണ്ടല്ലോ അമ്മേ, ഞാൻ ഇന്ന് ശക്തമായിട്ട് അമ്മേ ഈ വാഹനത്തിലിരുന്ന്, കാരണം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ ആ വാഹനം ഒരു ദേവാലയമാണ്, അതേ രീതിയിൽ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. ബസ്സിൽ പ്രാർത്ഥിച്ച് പലർക്കും വേണ്ടി, പല രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ച്, പ്രത്യേകിച്ച് കൃപാസനത്തെയും ജോസഫത്തിനെയും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ എനിക്ക് അതേ ആ കടയിൽ എനിക്ക് ജോലി വാങ്ങി തരണം കേട്ടോ അമ്മയെന്ന്. അവിടെ നിന്ന് വന്നു, പ്രാർത്ഥിച്ചു, വണ്ടിയിൽ പ്രാർത്ഥിച്ചു, ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി, പ്രാർത്ഥനയിൽ എല്ലാവരും കയറി തിരിച്ച് അവിടെ ചെന്നു. പിറ്റേ ദിവസം എൻ്റെ മകളെ കൊണ്ടുവിടാനായിട്ട് ഞാൻ കീരമ്പാറ വരികയാണ്. കീരമ്പാറ എന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ആ കടയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ മാതാവിൻ്റെ രൂപം അവിടെ കിടക്കുക. ഞാൻ ഓടിച്ചെന്നു, കാരണം പരിശുദ്ധമ്മേനെ കണ്ടാൽ നമ്മൾ തുള്ളിക്കൊണ്ടില്ലല്ലോ. ഓടിച്ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തേ മക്കളെ ചുമ്മാ വന്നാന്ന് പറഞ്ഞു. കയറിയിരിക്കുന്നത് ഞാൻ കയറിയിരിക്കുന്നില്ല ഞാൻ പോവാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ കയറിയിരുന്നു. ആ സമയത്ത് തന്നെ ആ ബാങ്കിൻ്റെ ഒരു അധികാരി അതിൽ വന്നു, മൈക്കിളെ നീ കട എടുത്തോളാമോ, അവിടെ ജോലി ചെയ്തോളാമോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അടങ്ങിപ്പോയി, കാരണം ഞാൻ ഇന്നലെയാണ് ചോദിച്ചത്, ഒരു ദിവസങ്ങളെ പോലും കഴിഞ്ഞിട്ടില്ല. അതെന്നെ അങ്ങനെ. അപ്പോൾ ഇയാൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്, അത് കാരണം ഇനി ആളില്ല. പിന്നെ അതല്ല, അയാൾക്ക് കമ്മീഷൻ മാത്രം കൊടുക്കണ്ടായി, നിനക്കാണ് ഈ ശമ്പളവും തരും, കമ്മീഷൻ തരും, നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഓടിപ്പോയി വൈഫിനോട് ചോദിച്ചിട്ട് വൈഫിൻ്റെ അടുത്ത് പറയും. വൈഫ് പറഞ്ഞു 200 രൂപ കിട്ടിയാലും മതി, എടുക്കാച്ചായി എന്ന് പറയും. അങ്ങനെ ആ ജോലിയിൽ കയറി, അതായത് പിറ്റേ ദിവസം തന്നെ പരിശുദ്ധമ്മ ആ കട ഞങ്ങൾ ഏൽപ്പിച്ചു എന്നാണ് ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ കടയുടെ കാര്യവും കഴിഞ്ഞു. ഒത്തിരി ഇതിപ്പോൾ ഇന്ന് 6 വർഷങ്ങളുമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഈ 6 വർഷത്തിനുള്ളിൽ അനേകം കൂമ്പാരക്കണക്കിന് എനിക്ക് അനുഗ്രഹങ്ങളാണ് അമ്മ തന്നിരിക്കുന്നത്. അതുപോലെ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ, നന്നായി പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ തന്നു. എല്ലാ ദിവസവും പള്ളി പോകാൻ, മറ്റേ അലസനായിരുന്നു, പള്ളി പോകാനുള്ള ഒരു കൃപയും പ്രാർത്ഥിക്കാനുള്ള കൃപയും തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഇനി എൻ്റെ വ്യക്തിഗതമായ ഇതിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവ്, നല്ലൊരു പ്രാർത്ഥന, അതായത് എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകും. താമസിച്ച പോലെ ഓടിയെത്തി പള്ളിയിൽ കയറി കുർബാനായിട്ട് വരുന്നൊരു സ്വഭാവത്തിലേക്ക് മാറി. അതുപോലെ തന്നെ പള്ളിയിൽ ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിക്കുമായിരുന്നു, ഈ പള്ളിയിലൊരു അധികാരം എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പ് അവിടുത്തെ ട്രസ്റ്റിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അതൊക്കെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചാൽ എന്നെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ വിശ്വസ്തയോടുകൂടി ദൈവത്തിനൊരു വേല ചെയ്യുവാൻ ആ ഇടവകയിൽ എനിക്ക് തമ്പുരാൻ ഒരു കൃപാസന പ്രസാദ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പറഞ്ഞു. അമ്മ തന്ന ആ അനുഗ്രഹം അവിടെ ഒരു ട്രസ്റ്റിയായി ജോലി ചെയ്യുന്നു ഞാൻ. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പത്രം മേടിച്ചുകൊണ്ട് എത്ര പത്രം കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. ഞാൻ ചില കപ്പളിലേക്ക് നോക്കുമ്പോൾ 8 പത്രങ്ങൾ ആ കപ്പളിയിലെ ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. ഞാൻ ഓടിപ്പോയി ആ പത്രം എടുക്കും, ആ പത്രം എടുത്ത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യും, ഞാൻ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ പത്രം എടുത്ത് ആശുപത്രികളിലും വീടുകളിലെല്ലാം കയറി ഞാൻ പത്രം കൊടുത്ത് ആശുപത്രി ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ രോഗികൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 10 വീട്ടുകാരെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഓരോ മാസവും ദശാംശം കിട്ടുന്ന പൈസ, അതായത് ഈ ഏറ്റവും കുറഞ്ഞത് അവർക്ക് കൂലിപ്പണിക്കാരാണ്, 200 രൂപ എങ്കിൽ 200 രൂപ
ഞങ്ങളൊരു മീറ്റിംഗ് കൂടി എല്ലാവരും 200 വെച്ചും കൂടുതലുള്ളവർ കൂടുതലിട്ടും ആ പൈസ കിട്ടുന്നതിന് ഞങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന രോഗങ്ങൾ വന്നാൽ അപ്പോൾ തന്നെ അവർക്ക് ഞങ്ങൾ ഒരു 5000 രൂപ വെച്ച് എത്ര പേര് വന്നാലും കൊടുക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യേണ്ടത്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി പ്രകാരം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും ഓരോ വ്യക്തികളെ കണ്ടാലും പരിശുദ്ധ അമ്മ ആരാണെന്നും കൃപാസന ഈശോ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് തന്ന് അനുഗ്രഹിച്ചതിനോർത്ത് ഒത്തിരി ഒത്തിരി നന്ദിയോടെ കൃപാസന അമ്മയ്ക്ക് നന്ദി പറയുന്നു. കൃപാസന ഈശോ